നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരി 21, 23 തീയതികളിലായി നടന്ന കേട്ടറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ ഇന്നലെ വന്നിരുന്നു അല്ലെ. അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ ചെക്ക് ചെയ്തിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ആണ് വിളിച്ചത്. നല്ല മാർക്കുണ്ട്, 100-ലധികം മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് വിളിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ. എന്നാൽ കുറച്ച് ആളുകൾ വിളിച്ചവർ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ബോർഡർ ലൈനാണ് നിൽക്കുന്നത്. 81, അതേപോലെ 82, 83, അതല്ല ജനറൽ ആണെങ്കിൽ 89, 90, 91 എന്ന ബോർഡർ ലൈനിൽ നിൽക്കുമ്പോൾ ഇനി റെക്ടിഫൈഡ് കീ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാർക്കിൽ വേരിയേഷൻ ഉണ്ടാവോ എന്നൊരു ആശങ്ക ആദ്യം. രണ്ടാമത്തെ ആശങ്ക, പ്രൊവിഷണൽ കീ പ്രകാരം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനി എന്തു ചെയ്യും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഇനി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ഫോം നൽകി കഴിഞ്ഞാൽ അതിൽ കൃത്യമായ വാലിഡായ ഒരു പ്രൂഫ് നമ്മൾ അവിടെ കൊടുക്കണം അല്ലേ. ആ പ്രൂഫ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടാം. അതേപോലെ തന്നെ നമ്മുടെ അധ്യാപക രംഗത്തെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് നമ്മുടെ എയിം സ്റ്റഡി സെൻ്റർ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ വഴി എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാൻ മാർക്കില്ല, തീരെ കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട. കാരണം നമുക്ക് ഈ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഫോം നൽകാനായിട്ട് മാർച്ച് 18 തീയതി വരെയാണ് സമയം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ റെക്ടിഫൈഡ് കീ വരും. ഒരു ഏപ്രിൽ 2nd വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യാം എന്നാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് റിസൾട്ട് വന്ന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സർവീസ് കേഡറ്റ് പരീക്ഷ മെയിൽ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ജൂൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജനറൽ കേഡറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് മുൻപുള്ള സമയം വളരെയധികം കുറയാണ്. അപ്പം മാർക്ക് തീരെ കുറവാണ്, കേഡറ്റിന് ഇനിയില്ല എന്ന്, അതായത് ക്വാളിഫൈഡ് ആവില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെൻറ്റർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കേഡറ്റിലെ 7000-ഓളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടുകൂടി കഴിഞ്ഞ് സ്പെഷ്യൽ കേഡറ്റിൽ 100% വിജയം സമ്മാനിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഗ്രേഡ് അപ്പ് ആയ ഒരുപാട് ക്ലാസ്സുകളോടൊപ്പം മെൻറ്റർഷിപ്പോടുകൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. എയിം സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ വിജയം വരെയും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട്, പ്രൊവിഷണൽ കീ പ്രകാരം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അത് കംപ്ലൈൻറ്റ് ഫോം രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രൂഫ് എവിടെ നിന്ന് കിട്ടും? ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചാലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള സംശയങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കേട്ടറ്റ് കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും പ്രൂഫുകൾ പരസ്പരം നമുക്കൊന്ന് കൈമാറി വാലിഡ് പ്രൂഫോട് കൂടെ തന്നെ നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനും ആ ഗ്രൂപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ പ്രൂഫുകളോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ വാലിഡ് ആയ ഒരു പ്രൂഫ് വെക്കുമ്പോൾ മാത്രമേ നമ്മൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ മാറാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരു ചോദ്യത്തിന് ഒരുപാട് പേരുടെ കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ എന്താണെങ്കിലും അത് പരിഗണിക്കാതിരിക്കില്ല. ഓക്കെ, 1-2 മാർക്കിന് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഒരുപാട്, അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കൊക്കെ അതൊരു വലിയ ടെൻഷനാണ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് അവകാശപ്പെട്ട ആ 1-2 മാർക്കുകൾ നേടിയെടുക്കാൻ ഈ കംപ്ലൈൻറ്റ് ഗ്രൂപ്പ് എന്താണെങ്കിലും നിങ്ങൾക്ക് സഹായകമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചാലഞ്ച് ചെയ്യാൻ സാധിക്കുക, അതേപോലെ അതിന് എന്തൊക്കെയാണ് വാലിഡായ പ്രൂഫുകൾ വെക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറക്കണ്ട, അതിൻ്റെ ഗ്രൂപ്പ് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അതിലേക്കൊന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിലുള്ള ആ ഒരു ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും അതേപോലെ തന്നെ പ്രൂഫുകളെ കുറിച്ച് മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും അത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊപ്പം കേട്ടിട്ട് പരീക്ഷ എഴുതിയ പ്രൊവിഷണൽ കീ പ്രകാരം മാർക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ ചാലഞ്ചിങ്ങിൻ്റെ പ്രശ്നമായിട്ടൊക്കെ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.